പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്നുള്ള ടോപ്പിക്കാണ്. LDC സിലബസിലെ ഇംഗ്ലീഷിലെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിനെ നമുക്ക് കോൺകോഡ് എന്നുള്ളൊരു പേരിലും കൂടെ വിളിക്കാം. പേരെന്തും ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ പഠിച്ചിരിക്കേണ്ട കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അതായത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, കർത്താവാന്ന് നമുക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആള് അതാരാണോ അതാണ് കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ്. ഇനി വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയയാണ്, പ്രവൃത്തിയെ കുറിക്കുന്നു അല്ലെ, ഏത് പ്രവൃത്തിയാണോ അതാണ് വെർബ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം സബ്ജക്റ്റും വെർബും ഇത് എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഈ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റ് ഇത് എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. എന്തായിരിക്കും? വെർബും സിംഗുലർ ആയിരിക്കും. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ? സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. ഒരു സെന്റൻസിൽ ഇങ്ങനെ വരുള്ളൂ. അപ്പൊ അതാണ് ഇവിടുത്തെ എഗ്രിമെന്റ് എന്ന് വിളിക്കുന്നത്. ഈ എഗ്രിമെന്റ് വെച്ചിട്ടാണ് നമുക്ക് PSCയിൽ ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും കൺഫ്യൂഷൻ വരുന്നത് ഈ സബ്ജക്റ്റും വെർബിന്റെയും സിംഗുലറും പ്ലൂറലും എടുക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരിക. അപ്പൊ അതിന്റെ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് അത് ചെറിയൊരു മെത്തേഡിലൂടെ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഇവിടെ കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അതായത് ക്യാറ്റ്, കൗവ്, റൈറ്റ്, റീഡ്, പ്ലേ, ഇതൊക്കെ. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ രണ്ട് വാക്കുകൾ എന്താണ്? ഇത് സബ്ജക്റ്റ് ആണ്, ഇത് നമുക്കറിയാം സബ്ജക്റ്റ് ആണ്. ഈ പറയുന്ന മൂന്ന് വാക്കുകളോ ഇത് വെർബിൽ വരുന്നതാണ്, ക്രിയയിൽ വരുന്നതാണ്. ഈ സബ്ജക്റ്റിൽ വരുന്ന ക്യാറ്റ്, കൗവ് ഇതിനെയൊക്കെ നമുക്ക് എന്താന്ന് പറയാം, ഒരാളെ ഉള്ളു അല്ലെ. ഇതിപ്പോ എന്താണ്? സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇതിനെ പ്ലൂറൽ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാറ്റ് എന്നുള്ളതിനെ ക്യാറ്റ്സ് എന്ന് എഴുതാം, കൗവ് എന്നുള്ളതിനെ കൗസ് എന്ന് എഴുതാം. അപ്പൊ എന്തായിട്ട് നമുക്ക് കിട്ടി? ഈ സിംഗുലറിനെ നമുക്ക് പ്ലൂറൽ ആക്കി കിട്ടി. ഇത് എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാ സബ്ജക്റ്റിനും ഇതുപോലെ എസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പ്ലൂറൽ ആക്കാം എന്നുള്ളതല്ല. പക്ഷെ ഇവിടെ നമുക്ക് ജനറലി നമുക്ക് അറിയാവുന്ന കുറച്ച് വാക്കുകൾ ഇതുപോലത്തെയുള്ള സബ്ജക്റ്റുകൾ എസ് ഇട്ട് കൊടുത്ത് നമുക്ക് പ്ലൂറൽ ആക്കാം. ഇനി വെർബിന്റെ കാര്യത്തിലാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. വെർബ് എങ്ങനെ സിംഗുലറും പ്ലൂറലും ആക്കും എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ്, റീഡ്, പ്ലേ ഈ കിടക്കുന്ന വെർബുകളെ നമുക്ക് എന്തായിട്ട് എടുക്കണം? സിംഗുലർ ആക്കി മാറ്റണം. ഇപ്പൊ ഈ കിടക്കുന്നതെല്ലാം പ്ലൂറൽ ആണ്. ഇതിനെ സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ എല്ലാം അവസാനം എസ് എന്നുകൊണ്ട് ചേർത്തു. അപ്പം റൈറ്റ്സ്, റീഡ്സ്, പ്ലേസ് ഈ പറയുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വെർബുകളെല്ലാം എന്തായിട്ട് മാറി? ഇതെല്ലാം സിംഗുലർ ആയിട്ട് മാറി. അപ്പൊ എസ് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സിംഗുലർ ആയിട്ട് മാറി. അപ്പൊ ഇതിന്റെ പ്ലൂറലോ? റൈറ്റ്, റീഡ്, പ്ലേ. അതായത് എസ് ഒഴിവാക്കി ഇത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പ്ലൂറൽ വെർബും, എസ് ചേർത്ത് എഴുതിയപ്പം ഇതെല്ലാം എന്താണ്? സിംഗുലർ വെർബും. അപ്പൊ സിംഗുലറിൽ എസ് ഉണ്ട്, അത് ഓർത്തു വെക്കുക. പ്ലൂറലിൽ എസ് ഇല്ല. അപ്പൊ സിംഗുലറിൽ എസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ഓർത്തു വെക്കാം? സിംഗുലർ എസ്. ഇത് ഈ ഒരു ടേമിൽ ഓർത്തു വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെർബില് എസ് അല്ലെങ്കിൽ ES അവസാനിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെർബുകളെ നമുക്ക് എന്തായിട്ട് എടുക്കാം? സിംഗുലർ വെർബ് എന്നുള്ളതിൽ എടുക്കാം. എസ് അവസാനിക്കാതെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്ലൂറൽ ആയിട്ടുള്ള വെർബുകൾ. ഇനി ഇവിടെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു എഗ്രിമെന്റ് വരുന്നത്. സബ്ജക്റ്റ് എന്നുള്ളത് സിംഗുലർ വരുമ്പോൾ വെർബും സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. ഒരു എക്സാമ്പിളോട് നോക്കാം. ഹി പ്ലേസ് ഫുട്ബോൾ, they പ്ലേ ഫുട്ബോൾ. ഇപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഹി പ്ലേസ് ഫുട്ബോൾ, ഹി എന്ന് പറയുന്ന ഒരാളാണ്, ഹി പ്ലേസ് ഫുട്ബോൾ എന്നാണ് പറയുക. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് സിംഗുലർ ആയിട്ടുള്ള വെർബുമായിട്ട് ചേർന്നിരിക്കുന്നു. ഇനി they പ്ലേ ഫുട്ബോൾ, അതായത് അവർ എന്നുള്ളത് പ്ലൂറൽ ആണ്, അത് എന്തിനോട് ചേർന്നിരിക്കുന്നു? പ്ലേ എന്ന് പറയുന്ന പ്ലൂറൽ വെർബിനോട് ചേർന്നിരിക്കുന്നു. അപ്പോൾ they പ്ലേ ഫുട്ബോൾ. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാണ്. അതായത് ഈസ്, വാസ്, ഹാസ്, ഡസ് ഇത് ഓക്സിലറി വെർബുകളാണ്. ഈ പറയുന്നത്. ഇതിന്റെ എല്ലാം പ്ലൂറൽ അതും കൂടെ അറിഞ്ഞിരിക്കുക. ഈസ് എന്ന് പറയുന്നതിന്റെ പ്ലൂറൽ ആറാണ്, വാസിൻ്റെത് വേറാണ്, ഹാസിൻ്റെത് ഹാവ് ആണ്, ഡസിൻ്റെത് ഡു ആണ്. ഇതൊക്കെ നമ്മൾ കാണാതെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റ് ഇത് പ്രൊനൗൺ ആണ്. പ്രൊനൗണിൽ സിംഗുലർ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ പ്രൊനൗണിൽ പ്ലൂറൽ ആയിട്ട് വരുന്നത് I, we, you, they. അപ്പം ഈ കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക. ഇവിടുത്തേത് ഈസ്, വാസ്, ഹാസ്, ഡസ് എന്നുള്ളത്
സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി വെർബും അതിന്റെ പ്ലൂറൽ ആണ് ആറ്, വേറെ, ഹാവ്, ഡു എന്നുള്ളത്. ഹി, ഷീ, ഇറ്റ് എന്നുള്ളത് പ്രൊനൗൺ ആണ്, അതിൽ വരുന്ന സിംഗുലർ ആയിട്ടുള്ളതാണിത്. പ്ലൂറൽ വരുമ്പോഴത്തേന് ഐ, വി, യു, ദേ. ഈ ഐ എന്നുള്ളത് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു സ്പെഷ്യൽ കേസ് ആണെന്ന് അറിഞ്ഞു വെക്കുക. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ ഒരുപാട് റൂൾസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട 2 റൂളുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിൽ ആദ്യത്തേത് നമുക്ക് നോക്കാം. അതായത് ഒരു 10 വാക്കുകളോടെ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ആസ് വെൽ as much as, besides, except, in addition to, in the company of, accompanied by, with, along with, together with. ഒരു 10 വാക്കുകളുണ്ട്. ഈ വാക്കുകൾ ചേർത്തുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ 2 സബ്ജക്റ്റുകൾക്കിടയിൽ ഈ വാക്കുകളെ ചേർത്ത് വെക്കും. എന്നിട്ട് വരുന്ന സെന്റൻസുകളിൽ എങ്ങനെയാണ് വെർബ് വരുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വാക്കുകൾ ഇത്രയും കാണാതെ പഠിച്ചിരിക്കണം. അതായത് as well as much as, besides, except, in addition to, in the company of, accompanied by, with, along with, together with. ഇത് കോഡ് ഉണ്ടാക്കി പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കുക. ഇതിപ്പോ ഞാനൊരു ഓർഡറിലാണ് തന്നിരിക്കുന്നത്. as well as much as, besides, except, പിന്നെ in addition to, in the company of, accompanied by. അങ്ങനെ കുറച്ചായിട്ട് പഠിക്കുക. with, along with, together with. ഇത്രയും പഠിച്ചിരിക്കാമല്ലോ. ഇതിൽ നിന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, ഈ റൂളിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, 2 സബ്ജക്റ്റുകൾ ഈ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് ചേർക്കുമ്പോഴത്തേക്ക് വെർബ് എങ്ങനെ വരും? വെർബ് ആദ്യത്തെ സബ്ജക്റ്റിനോട് കൂടെ ചേരും. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. ഇനി ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, ഇവിടുത്തെ ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ വെർബും പ്ലൂറൽ ആയിരിക്കും. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പറയുന്ന വാക്കുകൾ 2 സബ്ജക്റ്റുകളോടൊപ്പം 2 സബ്ജക്റ്റുകളുടെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് വരുന്നു. അപ്പോൾ 2 സബ്ജക്റ്റുകൾ അപ്പുറത്തും ഇപ്പുറത്തും വരുമ്പോഴത്തേക്ക് ഇത് നടുക്കും വരുന്നു. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും വെർബ് വരുന്നതെന്നാണ് ചോദ്യം വരിക. അപ്പൊ നമ്മൾ ആ റൂള് എങ്ങനെ കാണണം? ഈ പറയുന്ന വാക്കുകൾ ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ അത് കഴിഞ്ഞ ശേഷം സബ്ജക്റ്റ്, ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടുത്തെ വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അവിടുത്തെ വെർബ് പ്ലൂറൽ ആയിരിക്കും. ഇതിന്റെ 2 എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ദ ടീച്ചേഴ്സ് അലോങ് വിത്ത് ദ സ്റ്റുഡൻസ് ഹാസ് ഓർ ഹാവ് ഗോൺ ഫോർ ദ സ്റ്റഡി ടൂർ. ഇതിനകത്ത് നമുക്ക് ഹാസ് ആണോ ഹാവ് ആണോ വെർബ് വരുന്നതെന്നാണ് നോക്കേണ്ടത്. ഇതിനകത്ത് ഇപ്പം ടീച്ചേഴ്സും സ്റ്റുഡൻസും ഇത് രണ്ടും പ്ലൂറൽ ആണ്. എലോങ് വിത്ത് എന്ന് പറയുന്ന നമ്മൾ മുമ്പേ പഠിച്ച റൂളിലെ വാക്കുമായിട്ടാണ് 2 സബ്ജക്റ്റുകളെ ചേർത്തിരിക്കുന്നത്. അപ്പം ടീച്ചേഴ്സും സ്റ്റുഡൻസും അതാണ് ഇവിടുത്തെ സബ്ജക്റ്റുകൾ. 2 സബ്ജക്റ്റും പ്ലൂറൽ ആണെന്നറിയാം. നമ്മൾ പഠിച്ചിട്ടുള്ളത് ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണോ അതിനോടൊപ്പമായിരിക്കും വെർബ് ചേരുക. ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണ്? ടീച്ചേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും എന്തേ വരുള്ളൂ? ഹാവ് എന്ന് പറയുന്ന ആ ഒരു വെർബ് ആയിരിക്കും ഇവിടെ വരിക. ഇനി രണ്ടാമത്തത് നോക്കി. ദ പ്രൈം മിനിസ്റ്റർ എലോങ് വിത്ത് ദ മിനിസ്റ്റേഴ്സ് ഈസ് ഓർ ആർ അറ്റൻഡിങ് ദ ഫംഗ്ഷൻ. ഇതിനകത്ത് നമ്മൾ നോക്കുക, എലോങ് വിത്തിന്റെ ഒപ്പം പ്രൈം മിനിസ്റ്റർ, മിനിസ്റ്റേഴ്സ്, ഇതാണ് 2 സബ്ജക്റ്റുകൾ വരുന്നത്. ഇതിൽ നമുക്ക് അറിയേണ്ടത് എന്താണ്? ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണെന്നുള്ളതാണ്. ആദ്യത്തെ സബ്ജക്റ്റ് പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ്. പ്രൈം മിനിസ്റ്റർ ഒരാളാണ്. മിനിസ്റ്റേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ആദ്യത്തെ സബ്ജക്റ്റിനോട് കൂടി വെർബ് ചേരുന്നു. അതുകൊണ്ട് എന്തായിരിക്കും? ഈസ് എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ആൻസർ വരിക. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു റൂളാണ്. അതായത് ബോത്ത് ആൻഡ്, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇത് നമ്മൾ മുമ്പ് പഠിച്ചതിൽ നിന്നും നമുക്ക് ഇത്തിരി വ്യത്യാസം ഉള്ളതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇതുപോലെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നൈദർ നോർ, ഐദർ ഓർ, ബോത്ത് ആൻഡ്, ഇത് ഒരു അല്പം നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ വാക്കുകൾ നമ്മുടെ സെന്റൻസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് 2 സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്യുന്ന ഒരു വാക്കുകളാണിത്. അപ്പൊ ഇങ്ങനെ 2 സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ വെർബ് എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ജക്റ്റിനോട് കൂടിയിട്ടായിരിക്കും വെർബ് ചേരുക. അപ്പം ആദ്യത്തെ സബ്ജക്റ്റും രണ്ടാമത്തെ സബ്ജക്റ്റും നോക്കുക. അതിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്തായിരിക്കും? വെർബും സിംഗുലർ ആയിരിക്കും. ഇനി രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് എന്തായിരിക്കും? വെർബും പ്ലൂറൽ ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പം ഈ വാക്കുകളൊന്ന് ഓർത്തു വെക്കണം. ഇത്തരത്തിൽ പെയറായിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട്. മുമ്പത്തെ പോലെയല്ല ബോത്ത് ആൻഡ്, ഐദർ ഓർ, നൈദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ആ ഒരു താളത്തിൽ ഇതിങ്ങനെ ഓർത്തു വെക്കുക. അപ്പോൾ എന്താണ്?
ഇത് വെച്ച് വരുന്ന വാക്കുകളിൽ അല്ലെങ്കിൽ സെന്റൻസുകളിൽ രണ്ട് സബ്ജക്റ്റുകളെ ചേർത്ത് എഴുതുന്ന വാക്കുകളാണിത്. അപ്പോൾ രണ്ട് സബ്ജക്റ്റുകളെ ഒരുമിപ്പിക്കുമ്പോഴത്തേക്ക് ഇവിടെ വെർബ് എങ്ങനെ വരും? ആദ്യത്തെ സബ്ജക്റ്റ് അല്ല, രണ്ടാമത്തെ സബ്ജക്റ്റിനോട് കൂടിയിട്ടാണ് വെർബ് ചേരുക. അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് ഉറപ്പായിട്ടും സിംഗുലർ ആയിരിക്കും. രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് ഉറപ്പായിട്ടും പ്ലൂറൽ ആയിരിക്കും. ഇതിന്റെ എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഇവിടുത്തെ എക്സാമ്പിളിൽ ഒന്നാമത് വരുന്നത് നൈദർ ദ പ്രൈം മിനിസ്റ്റർ നോർ ദ മിനിസ്റ്റേഴ്സ് ഹാസ് ഓർ ഹാവ് കം. ഇതിനകത്ത് നമുക്ക് ഹാസ് ആണോ ഹാവ് ആണോ വരുന്നതെന്നാണ് അറിയേണ്ടത്. അപ്പം നൈദർ ദ പ്രൈം മിനിസ്റ്റർ നോർ ദ മിനിസ്റ്റേഴ്സ്, നൈദറും നോറും വെച്ചിട്ട് ചേർത്തിരിക്കുകയാണ് സബ്ജക്റ്റുകളെ. ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണ്? പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ്. രണ്ടാമത്തെ സബ്ജക്റ്റ് മിനിസ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഇതിൽ നമുക്കറിയാം നൈദറും നോറും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം രണ്ടാമത്തെ സബ്ജക്റ്റിനോട് കൂടിയിട്ടായിരിക്കും വെർബ് ചേരുക. അപ്പൊ രണ്ടാമത്തെ സബ്ജക്റ്റ് ഏതാണ്? മിനിസ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഇത് പ്ലൂറൽ ആണ്. ഇത് സിംഗുലർ ആയിരുന്നു, ഇത് പ്ലൂറൽ ആണ്. നമുക്കറിയാം രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഉറപ്പായിട്ടും എന്താണ്? ഹാവ് കം എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ വരിക. ഇനി രണ്ടാമത്തെ നോക്കി, ഐദർ ദ എംപ്ലോയീസ് ഓർ ദ ബോസ് ഹാസ് ഓർ ഹാവ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. ഇവിടെ ഐദറും ഓറും വെച്ചിട്ടാണ് സബ്ജക്റ്റുകളെ യോജിപ്പിച്ചിരിക്കുന്നത്. സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഒന്ന് എംപ്ലോയീസ് എന്നുള്ളതാണ് ആദ്യത്തെ സബ്ജക്റ്റ്, രണ്ടാമത്തത് ബോസ് എന്നുള്ളതാണ് രണ്ടാമത്തെ സബ്ജക്റ്റ്. ഇവിടെ നമുക്ക് നോക്കാം, എംപ്ലോയീസ് എന്നുള്ളത് പ്ലൂറൽ ആണ്, ബോസ് എന്നുള്ളത് സിംഗുലർ ആണ്. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഏതായിരിക്കും വരിക? ഹാസ് എന്നുള്ള സിംഗുലർ വെർബ് ആയിരിക്കും വരിക. ഓർ ദ ബോസ്, ഐദർ ദ എംപ്ലോയീസ് ഓർ ദ ബോസ് ഹാസ് അറ്റൻഡഡ് ദ മീറ്റിംഗ് എന്നുള്ളതായിരിക്കും ആൻസർ വരിക. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ ഒരു 25ഓളം റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് നമ്മൾ പഠിച്ചത്. അതിൽ നമുക്ക് നോക്കി ആസ് വെൽ ആസ് അസ് മച്ചസ്, ഇത് രണ്ടെണ്ണം ഒന്നിച്ച് പഠിച്ചു വെക്കാം. ആസ് വെൽ ആസ് അസ് മച്ചസ്. പിന്നെ ബിസൈഡ്സ് എക്സെപ്റ്റ്, ഇത് രണ്ടെണ്ണം ഒന്നിച്ച് പഠിക്കാം. പിന്നെ ഇൻ അഡീഷൻ ടു ഇൻ ദ കമ്പനി ഓഫ് അക്കമ്പനീഡ് ബൈ, ഈ 3 വാക്കുകൾ ഒന്നിച്ച് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ വിത്ത് അലോങ് വിത്ത് ടുഗദർ വിത്ത്, ഈ 3 വാക്കുകൾ ഒന്നിച്ച് പഠിച്ചു വെക്കാം. അപ്പൊ എങ്ങനെയാണ്? നമ്മൾ ഒരു ജോഡിയാക്കുകയാണ് അല്ലെ, 2 2 3 3 ഇങ്ങനെ ജോഡിയാക്കി വെക്കുകയാണ്. അപ്പൊ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കി, ആദ്യത്തെ രണ്ടെണ്ണം ആസ് വെൽ ആസ് അസ് മച്ചസ്, അടുത്ത രണ്ടെണ്ണം ഏതൊക്കെയാണ്? ബിസൈഡ്സ് എക്സെപ്റ്റ്. അടുത്ത 3 ഇൻ അഡീഷൻ ടു ഇൻ ദ കമ്പനി ഓഫ് അക്കമ്പനീഡ് ബൈ. അടുത്ത 3 വരുന്നത് എന്താണ്? വിത്ത് അലോങ് വിത്ത് ടുഗദർ വിത്ത്. അപ്പൊ ഈ തരത്തിൽ ഈ ഒരു റൂള് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത്രയും 10 പഠിച്ചു വെക്കുക. അപ്പൊ ഇതിനോട് കൂടിയിട്ട് എങ്ങനെയാണ്? രണ്ട് സബ്ജക്റ്റുകളെ ചേർക്കുമ്പോഴത്തേക്ക് ഇതിൽ വെർബ് ആരോട് കൂടി ചേരും? ആദ്യത്തെ സബ്ജക്റ്റിനോട്, അതായത് ഫസ്റ്റ് സബ്ജക്റ്റിനോട് കൂടിയിട്ട് വെർബ് ചേരും. അപ്പം ഇതനുസരിച്ചിട്ടായിരിക്കും വെർബ് വരിക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. ഇനി അടുത്ത് നോക്കിയേ, ഈ പറയുന്നതാണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. ഈ റൂളിൽ വരുമ്പോഴത്തെ നോക്കിയേ, ഇതെല്ലാം പെയറുകളാണ് വരുന്നത് അല്ലെ. ബോത്ത് ആൻഡ്, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇതൊരു പെയർ ആയിട്ടാണ് വരിക. ഈ പെയർ ആയിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഓർത്ത് വെക്കാം എന്താണ്? പെയർ എന്ന് പറയുന്നത് 2 പേര് വേണമല്ലോ. അപ്പോൾ 2 പേര് വരണം എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ രണ്ടാമത്തെ സബ്ജക്റ്റിനോടായിരിക്കും ഇവിടുത്തെ വെർബ് ചേരുക. അതായത് ഈ പറയുന്ന പെയറായിട്ട് വരുന്ന, ഈ ജോഡിയായിട്ട് വരുന്നത് ചേരുമ്പോഴത്തേക്ക്, സബ്ജക്റ്റുകളെ ചേർക്കുമ്പോഴത്തേക്ക് രണ്ടാമത്തെ സബ്ജക്റ്റിനോട് കൂടിയിട്ട് വെർബ് ചേരുന്നു. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെക്കാമല്ലോ. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഇനി വരുന്ന LDCക്ക് ഇത് ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ജില്ലയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം LDCക്ക് ഈ മോഡലുള്ള ഒരു ചോദ്യം നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഇനിയുള്ള LDCക്കും ഇതുപോലുള്ള ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരുപാട് ചെയ്ത് നോക്കിയാലേ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ആൻസറിലോട്ട് വരാൻ പറ്റുള്ളൂ. ഇനിയും ഇതിന്റെ ക്ലാസ്സുകൾ മുന്നോട്ട് നമുക്ക് ഈ വരുന്ന റൂൾസ് ഒരുപാടുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.